പൊട്ടിപ്പൊളിഞ്ഞ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയതായി പരാതി. കൊല്ലം പള്ളിമൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടമാണ് ക്ലാസുകൾ ആരംഭിച്ചിട്ടും ശോചനീയാവസ്ഥയിലുള്ളത്. ഫണ്ടുണ്ടായിട്ടും കാലാനുസൃതമായി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇതോടെ കുട്ടികളുടെ മാതാപിതാക്കളും ആശങ്കയിലാണ്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പള്ളിമൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 37 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂൾ കെട്ടിടമാണിത്. നവീകരണമില്ലാതെ കെട്ടിടത്തിന്റെ പല ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞും കാടുപിടിച്ചും കിടക്കുന്നു. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ ക്ലാസുകളാണ് ഇവിടെ നടക്കുന്നത്. സാധാരണ വേനലവധിക്കാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. അതിനായി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതായാണ് വിവരം. എന്നാൽ ഈ സ്കൂളിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. മറ്റു കെട്ടിടങ്ങൾക്ക് പുതുമയുണ്ടെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഈ കെട്ടിടത്തിൽ മതിയായ പരിശോധന നടത്താതെ ഫിറ്റ്നസ് നൽകിയതായാണ് പരാതി. പക്ഷേ ഈ കെട്ടിടത്തിന് കഴിഞ്ഞ വർഷം ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് ഒരു 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ പണി ഏകദേശം കോൺട്രാക്ടർക്ക് ജൂൺ മാസം 27 സമയം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടികളെടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പല ക്ലാസ് റൂമുകളും ഈ മഴവെള്ളത്തിൽ തന്നെ കുറെ നിങ്ങൾ കണ്ടു കാണും, നിങ്ങളത് കുറച്ച് പിടിച്ചു കയറിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ആദ്യത്തെ ഫസ്റ്റ് 3 ക്ലാസ് റൂമുകൾ വൃത്തിയാക്കിയിരുന്നത് നല്ലതായിരുന്നു. പക്ഷെ അതുപോലും വൃത്തിയാക്കിയിട്ടില്ല. HM റൂം അടക്കം വൃത്തിയാക്കിയിട്ടില്ല. പക്ഷേ എന്നിട്ട് ആ ഒരു ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു അധ്യയന വർഷം കൂടെ ആരംഭിച്ചപ്പോൾ രക്ഷിതാക്കളും ആശങ്കയിലാണ്. പരാതികൾക്കൊടുവിലാണ് പകുതിയിൽ നിലച്ച മേൽക്കൂരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചത്. ക്ലാസ് തുടങ്ങിയതോടെ കുട്ടികൾക്കും ഇത് ബുദ്ധിമുട്ടാവുകയാണ്. ഒരു കാലത്ത് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾ പോലും നടത്തിയിരുന്നത്. ഞാനാണെങ്കിൽ 1986 ഈ സ്കൂൾ വിട്ടു പോയതാണ്. എങ്കിൽ പോലും മുഴുവൻ സമയം സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കാളിത്തവും നമ്മളുടെ പരിമിതികൾക്കപ്പുറത്ത് സജീവമായിട്ടുള്ള പങ്കാളിത്തവും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ കൊറോണയുടെ കാലഘട്ടത്തിന് മുമ്പ് കാലഘട്ടം കഴിഞ്ഞ ശേഷം സ്കൂളിന്റെ പ്രവേശനോത്സവം വന്നപ്പം ഈ സ്കൂൾ ഒരു ശോചനീയാവസ്ഥയിൽ കിടന്ന സമയത്ത് ഞങ്ങൾ കുറെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും കൂടെ ചേർന്നിട്ടാണ് ഈ സ്കൂള് ശുദ്ധിയാക്കി നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് 2 ബിൽഡിംഗ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി നല്ല രീതിയിൽ കൊണ്ടുവരുന്ന സാഹചര്യമാണ്. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട അധികൃതർ തന്നെ അനാസ്ഥ കാണിക്കുന്നതായാണ് ആരോപണം. എത്രയും വേഗം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മെച്ചപ്പെട്ട രീതിയിൽ സ്കൂളിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ജനം, കൊല്ലം.